ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? ദേ ഞാൻ മീഷോയിൽ നിന്ന് ഒരു 180 രൂപയ്ക്കോ മറ്റോ ഞാൻ മേടിച്ച ഒരു ഫേക്ക് നെയിൽസിൻ്റെ സെറ്റാട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തന്നെ. എൻ്റെ ചാനൽ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഈ വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഓർത്ത് ഓണമൊക്കെ അല്ലേ വന്നെ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഈ വീഡിയോ ഒന്നുകൂടെ കാണിക്കുന്നത്. ഈ ബോക്സിൽ 100 പീസ് നെയിൽസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുണ്ട്. എന്താണെങ്കിലും ഓരോ സൈസിലുള്ളതുണ്ട്, ഓരോ നെയിൽസിൻ്റെ സൈസിനും പറ്റിയതുണ്ട്. അതിൻ്റെ കൂടി ഇങ്ങനെ ഒരു സാധനം തന്നെയുണ്ട്. ഇത് ഈ ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഇച്ചിരി മൂർച്ചുള്ളൊരു സാധനം, ഒരു അരം പോലെ ഇങ്ങനെ ഇരിക്കണേ. പിന്നെ കുറച്ച് സ്റ്റിക്കറും വരുന്നുണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യാം. എന്താണേലും പെട്ടെന്ന് നെയിൽ വേണ്ടവർക്ക് ഗ്ലൂ, നല്ല ഗ്ലൂ ആണ്, പെട്ടെന്ന് തന്നെ ഒട്ടും. നമ്മുടെ ഫെവിക്വിക്കൊക്കെ പോലെ തന്നെ തോന്നുന്നു. എന്താണേലും ഇത് നമുക്ക് നഖം ഇല്ലാത്തവർക്കും നഖം പെട്ടെന്ന് വളരാത്തവർക്കും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് നഖം പെട്ടെന്ന് വേണ്ടവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് വെച്ചു. നമ്മൾ അത്യാവശ്യം നോക്കിയും കണ്ടൊക്കെ ജോലികൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു നെയിൽസ് ഒരാഴ്ച വരെയൊക്കെ എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും നോക്കി ചെയ്യണം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നെയിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന നെയിൽസ് ആട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നെയിൽ പോളിഷ് ഇട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അറിയാലോ, ഈ നെയിൽസ് പറഞ്ഞു പോയി നമ്മുടെ കൈ കിട്ടുവാണെങ്കിൽ പിന്നെ എടുത്ത് വെച്ച് ഒട്ടിക്കണതിന് കുഴപ്പമൊന്നുമില്ല, ഒട്ടിക്കാം. അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുമൊന്നുമില്ല. നല്ല കട്ടിയുണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒത്തിരി പേരുടെ ആഗ്രഹമല്ലേ ഇത്രയും വലിയ നെയിൽസ് വേണം, അതും പെട്ടെന്ന് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും പീസ് കിട്ടുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ പശയൊക്കെ, ഈ ഗമ്മൊക്കെ എത്രയും നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫംഗ്ഷനും വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാമല്ലോ. പോണെങ്കിൽ പോട്ടെ, ഒരു ദിവസം നിന്നാൽ നമുക്ക് സന്തോഷമാണല്ലോ. ഒരു ദിവസം നിന്നാൽ മതി, അത്രയും മതി. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച മീഷോ പ്രൊഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മീഷോന്ന് മേടിച്ച അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ദേ ഈ മൈലാഞ്ചി മെഹന്തി സ്റ്റിക്കർ. എനിക്ക് ഒത്തിരി സന്തോഷിച്ച് ഞാൻ മേടിച്ച. കാരണം എനിക്ക് അങ്ങനെ മൈലാഞ്ചി അത്ര ഡിസൈൻ ചെയ്യാനൊന്നും എനിക്കറിയാൻ മേല. അങ്ങനെ ഡിസൈൻ ചെയ്യാൻ അറിയില്ലാത്തതിന് ഞാൻ ഒത്തിരി കളിയാക്കൽ നേരിട്ടിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പം. അങ്ങനെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ അന്നേരം എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കണ്ടുപിടിച്ച കേട്ടോ ഞാനിത് മീഷോയിൽ നിന്ന്. അങ്ങനെ കിട്ടിയതാണ്. ഇത് ഒരു 150 സംതിങ് റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ ആ റേഞ്ചിൽ വരുന്നതാണ് മെഹന്തി സ്റ്റിക്കർ. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് അവർ കുറേ ഡിസൈൻ വരുന്നുണ്ടല്ലോ. ഇതിൽ 2 ഷീറ്റ് വരുന്നുണ്ട് 150 രൂപയ്ക്ക്. അപ്പോൾ അതിൽ ഒരെണ്ണം നമുക്ക് എടുത്താൽ അതിൽ ചെറിയ പശയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിച്ചിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് ഇത് വയ്ക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കീറി പോകണമെന്നില്ല, ഇതൊരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പെട്ടെന്ന് കീറുമൊന്നുമില്ല. പിന്നെ നമുക്ക് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പശയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതൊരു 3 പ്രാവശ്യം വച്ചു, എന്നിട്ടും പശയുണ്ട്, പോയിട്ടൊന്നുമില്ല. ബിഗ് ബിയുടെ മൈലാഞ്ചി ആട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. പിന്നെ ഒരു ദിവസം 2 ദിവസം കിട്ടിയാൽ മതിയല്ലോ. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി ചെയ്യുന്നതല്ലേ, പെട്ടെന്ന് ചെയ്യുന്നു, പെട്ടെന്ന് റിസൾട്ട് വരുന്നു. ആഹാ, എന്തൊരു സുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ കണ്ടുപിടിച്ചാണിത്. ആ മൈലാഞ്ചി കൊണ്ട് ഇങ്ങനെ തൂത്തോണ്ടിരുന്ന സമയം കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് മൊത്തം പരത്തി കൊടുത്തു. നമുക്കിനി അതിനകത്ത് തന്നെ പീസ് കട്ട് ചെയ്തെടുത്ത് ഈ വിരളയിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഫിംഗറിലിടാനുള്ള ഡിസൈനും കൂടെ ആയി കിട്ടും. ഞാൻ അവിടെ ഒന്നും വെച്ചില്ല. ഇപ്പം ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്താൽ. ഇപ്പം എനിക്ക് ഫംഗ്ഷനൊന്നും ഇല്ല, ഓണമൊക്കെ ആകുമ്പം ചെയ്യാമെന്ന് ഓർക്കുന്നു. ഇപ്പം എവിടെയും പോകുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിരുന്നിട്ട് മടി തോന്നും ചില സമയത്ത്. എന്തിനാ മൈലാഞ്ചി ഇടുന്നത്, എവിടെയും പോകണമെന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ ഇടില്ല. എന്തായാലും ഇപ്പോൾ വീഡിയോ എടുക്കണം, കാണിക്കണം എന്ന് എനിക്ക് തോന്നി. ഇടുമായിരിക്കും കേട്ടോ, ഓണത്തിന് ഞാൻ ഇടുമായിരിക്കും. ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കൊച്ചിനിട്ട് കൊടുക്കണം, അപ്പം ഞാനും ഇടുമായിരിക്കും. ആ കൂടെ മൈലാഞ്ചി ഇരിപ്പുണ്ടല്ലോ ഇനിയിപ്പം. ഇപ്പം മേടിച്ചത് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഇനി ഇതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ എൻ്റെ ഒരു വേറൊരു സാധനം കൂടെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ പ്രിൻ്റ് വയ്ക്കുന്ന, അതായത് ഒരു തടിയുടെ വുഡിൻ്റെ ഒരു സാധനം, അതിൽ പ്രിൻ്റ് പോലെ വരുന്നുണ്ട്. നമുക്ക് അതിൽ മൈലാഞ്ചി തേച്ചിട്ട് നമ്മുടെ കയ്യിൽ വയ്ക്കാൻ പറ്റും. അച്ചടിക്കില്ലേ, നമ്മൾ അച്ച് ചെയ്യുന്ന പോലെ തന്നെ. അങ്ങനെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളൊരു ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് എന്തായാലും ഇട്ട് തരും. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം